ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറും അക്കങ്ങൾ മാത്രമല്ല, അതിനകത്തൊരു കഥയുണ്ട്. ആ കഥ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് നോക്കാം അല്ലേ? ഇത് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഈതർ ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടും, ശരിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. അപ്പോ നമുക്ക് ഈതറിന്റെ ഈ റിപ്പോർട്ട് കാർഡ് ഒന്ന് പൊളിച്ചു നോക്കിയാലോ? ശരി, നമുക്ക് ആ യഥാർത്ഥ ഡോക്യുമെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുത്ത ഒഫീഷ്യൽ റിപ്പോർട്ട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പം കുറെ അക്കങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, അല്ലേ? അതെ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ അക്കങ്ങളുടെയും വാക്കുകളുടെയുമൊക്കെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥ കഥ അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? അതിനുള്ള വഴിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുത്താലും അതിലെ കഥ തുടങ്ങുന്നത് ഒരു 3 പ്രധാനപ്പെട്ട നമ്പറുകളിൽ നിന്നാണ്. ഇവയാണ് ആ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ആദ്യത്തെ ഹെഡ്ലൈൻ നമ്പർ ഇതാണ്: 3171 മില്യൺ, അതായത് ഏകദേശം 317 കോടി രൂപ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ക്വാർട്ടറിലെ അവരുടെ പ്രവർത്തന വരുമാനമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഈ 3 മാസം കൊണ്ട് അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് കിട്ടിയ മൊത്തം സെയിൽസ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ വെച്ച് നോക്കുമ്പോൾ 44% ഒരു വമ്പൻ വളർച്ചയാണ് വരുമാനത്തിലുണ്ടായിരിക്കുന്നത്. അതായത് കമ്പനിയുടെ മൊത്തം വിൽപ്പന നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അടുത്ത പ്രധാന നമ്പർ 1803 മില്യൺ, അതായത് 108 കോടി രൂപ. ഇത് അവരുടെ EBITDA ആണ്. ഒരുപക്ഷേ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. പലിശ, ടാക്സ്, മറ്റു ചിലവുകൾ ഇതൊക്കെ കുറയ്ക്കുന്നതിന് മുൻപുള്ള കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണിത്. കമ്പനിയുടെ കോർ ബിസിനസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ ഈ നമ്പർ നമ്മളെ സഹായിക്കും. ഇവിടെയാണ് ശരിക്കുള്ള ഒരു കുതിപ്പ് കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 75% വർധനവ്. ഇത് കാണിക്കുന്നതെന്താണെന്നോ? കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഹെഡ്ലൈൻ നമ്പർ 645 മില്യൺ, അതായത് 64.5 കോടി രൂപ. ഇതാണ് നികുതിയും മറ്റു ചെലവുകളുമൊക്കെ കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കമ്പനിക്ക് ശരിക്കും ലാഭമായിട്ട് കയ്യിൽ കിട്ടിയ പൈസ. അറ്റദായത്തിനും കണ്ടില്ലേ, 49% ശക്തമായ വളർച്ചയാണ് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 നമ്പറുകളും നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ഈതർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗംഭീര ക്വാർട്ടറായിരുന്നു. ഇതുവരെ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് കണ്ടു. ഇനി നമുക്ക് എന്തുകൊണ്ട് എന്ന് നോക്കാം. ഈ അടിപൊളി നമ്പറുകളിലേക്ക് അവരെ എത്തിച്ച ബിസിനസ് സ്ട്രാറ്റജി എന്തായിരുന്നു? വാ നമുക്ക് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ഈഥറിന്റെ വരുമാനം എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ്, പിന്നെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, പിന്നെ കോൺട്രാക്ട് റിസർച്ച്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ്, അതായത് LSM എന്ന് പറഞ്ഞാൽ ഒരേ സാധനം ഒരുപാടുണ്ടാക്കി വിൽക്കുന്നതുപോലെയാണ്. പക്ഷേ CEM, CRAMS എന്നിവ അങ്ങനെയല്ല. അത് ക്ലയന്റിന്റെ പ്രത്യേക ആവശ്യത്തിനനുസരിച്ച് റിസർച്ചൊക്കെ നടത്തി പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സ്വാഭാവികമായും ഇതില് ലാഭം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ. ഈതർ സാധാരണ നിർമ്മാണത്തിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുന്ന റിസർച്ചിന് പ്രാധാന്യമുള്ള ബിസിനസ്സുകളിലേക്ക് വളരെ തന്ത്രപരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അല്ലേ? ആ ലാഭം നാളത്തെ വളർച്ചയ്ക്കു വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം ഈതർ അവരുടെ ഭാവിക്കു വേണ്ടി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ അവർ പുതിയ ഫാക്ടറികൾ പണിയുന്നുണ്ട്, റിസർച്ചിനായിട്ട് കൂടുതൽ പണം മുടക്കുന്നുണ്ട്, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയിലെ കഴിവുള്ള ചെറുപ്പക്കാരെ കമ്പനിയിലേക്ക് ആകർഷിക്കുന്നുമുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: അവരുടെ കയ്യിൽ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട്. ഇവിടെ കാണുന്നതുപോലെ ഇതൊന്നും വെറും വാക്കുകളല്ല. പുതിയ കട്ടിടങ്ങളും ലാബുകളും ഒക്കെ അവർ ശരിക്കും പടുത്തുയർത്തുകയാണ്. ഈ നിക്ഷേപങ്ങളാണ് നാളത്തെ വളർച്ചയ്ക്ക് ഉറപ്പുള്ള ഒരു അടിത്തറ കൊടുക്കുന്നത്. ശരി, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഈ റിപ്പോർട്ടിലെ കഥ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയാം. അപ്പോ ഈ ക്വാർട്ടറിലെ ഈതറിന്റെ കഥ നമുക്ക് ഈ 3 സ്റ്റെപ്പുകളിലായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, ഗംഭീര വളർച്ച,
വരുമാനം, ലാഭം എല്ലാം കൂടെ. 2 ഒരു സ്മാർട്ട് സ്ട്രാറ്റജിക് ഷിഫ്റ്റ്, അതായത് കൂടുതൽ ലാഭം കിട്ടുന്ന മേഖലകളിലേക്ക് മാറുന്നു. 3 ആ വളർച്ച നിലനിർത്താൻ ഭാവിക്കു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സിമ്പിൾ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറും കുറേ അക്കങ്ങൾ മാത്രമല്ല. അത് വളർച്ചയുടെയും ഭാവിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പ്ലാനിന്റെയും ഒരു കഥയാണ്. ഇതറിന്റെ റിപ്പോർട്ട് തീർച്ചയായും വളരെ മികച്ചൊരു ചിത്രമാണ് നമുക്ക് തരുന്നത്. പക്ഷേ അവരുടെ ടാഗ്ലൈൻ പോലെ എലമെന്റലി ഇന്നൊവേറ്റീവായ ഈ സ്ട്രാറ്റജി ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റിൽ എത്ര കാലം അവർ